Hi guys, you are watching KP's Excel Tricks. It's me Rashik. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സലിൻ്റെ ഫ്ലാഷ് ഫിൽ എന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു കോളങ്ങളിൽ ഞാൻ കൊടുത്തത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ നെയിമാണ്. സോ എനിക്ക് ആ നെയിം ഫസ്റ്റ് നെയിമായിട്ടും ലാസ്റ്റ് നെയിമായിട്ടും ഈ രണ്ട് കോളങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. സോ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു നരേന്ദ്ര. ഓക്കെ, ദെൻ എൻ്റർ ചെയ്യുന്നു. ദെൻ കീബോർഡിൽ Ctrl+E ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് കാണപ്പെടാം ഇവിടെ ഫസ്റ്റ് നെയിം എല്ലാം ഇവിടെ ഈ കോളങ്ങളിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സോ ലാസ്റ്റ് നെയിമും അതുപോലെ വേണമെന്ന് വെച്ചാൽ MODI, നരേന്ദ്രമോദിയുടെ മോഡി ലാസ്റ്റ് നെയിം. സോ എൻ്റർ ചെയ്തു Ctrl+E. ഓക്കെ, വി ഹാവ് ഗോട്ട് ദാറ്റ്. സോ അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും തന്നിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് കമ്പൈൻ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമിൻ്റെയും ഫസ്റ്റ് ഡിജിറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. സോ യു ഹാവ് ടു ടൈപ്പ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നരേന്ദ്ര മോഡി, ദെൻ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം Ctrl+E. ഓക്കെ, വി ഹാവ് ഗോട്ട് ദാറ്റ്. സോ എക്സാമ്പിൾ 2ലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടിയത് നമുക്ക് കുറച്ച് പ്രോഡക്ട്സിൻ്റെ കോഡുകളാണ്. 1000-165-B100 ലൈക്ക് ദാറ്റ്. സോ നമുക്ക് ഈ കോഡിൻ്റെ ആദ്യത്തെ 4 ഡിജിറ്റ് ഈ കോളങ്ങളിലേക്ക് വരണം. സോ നമ്മൾ ചെയ്യേണ്ടത് 1000 അടിച്ചതിന് ശേഷം ഒന്നുകിൽ നമുക്ക് Ctrl+E പ്രസ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഹോം ടാബിലെ ഫിൽ ഫംഗ്ഷൻ കാണാം. ഫിൽ ഫംഗ്ഷനിൽ ഫ്ലാഷ് ഫിൽ ഉണ്ട്. ഫ്ലാഷ് ഫിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് കിട്ടി, ഫസ്റ്റ് 4 ഡിജിറ്റ്സ് കിട്ടി. സോ അതുപോലെ ഈ പ്രൊഡക്റ്റ് കോഡിൻ്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100 പ്രസ് ചെയ്യുന്നു. Ctrl+E ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് കാണാം എല്ലാം 100 ആണ് കിട്ടിയത്. എക്സൽ കരുതിയിരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ് വേണ്ടത് എങ്കിൽ പോലും എക്സൽ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്തത് ഈ ഒരു കോഡിൻ്റെ ആദ്യത്തെ 3 ഡിജിറ്റ്സ് ആണ്. സോ നമുക്ക് എക്സലിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ടത് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആണ്. സോ ഈ കോളത്തിൻ്റെ C123 ആണ് ഇവിടെ ലാസ്റ്റ് പാർട്ട്. സോ അതിൻ്റെ 123 ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ വന്നതായിട്ട് കാണാം. ഓക്കെ, ഫൈൻ. ദെൻ മിഡിൽ 3 ഡിജിറ്റ്സ് ആണ് എനിക്ക് ഇവിടെ വേണ്ടത്. 165. ഇതിൻ്റെ മിഡിൽ 165 ആണ്. സോ ഞാൻ 165 അടിച്ചതിന് ശേഷം Ctrl+E ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ കിട്ടിയതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഈ എക്സാമ്പിളിൽ നമുക്ക് ടെക്സ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. മുകളിലൊക്കെ നമ്മൾ ടെക്സ്റ്റും അതേപോലെ നമ്പേഴ്സാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ടെക്സ്റ്റ് മാത്രം നമുക്ക് എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇവിടെ നമുക്ക് ഇത് ഒരു വീക്കിലെ ഡേയ്സ് ആണ് ഇവിടെ തന്നത്. സോ നമുക്ക് ഈ ഡേയ്സിൻ്റെ ഫസ്റ്റ് ആൽഫബറ്റ് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. എം ആണ്, മൺഡേയുടെ M ആണ് ഇവിടെ ഫസ്റ്റ് ആൽഫബറ്റ്. സോ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം Ctrl+E. ഓക്കെ, വി ഹാവ് ഗോട്ട് ദാറ്റ്. സോ അടുത്ത എക്സാമ്പിളിലേക്ക് ഫസ്റ്റ് 2 ആൽഫബറ്റ് വേണം ഇവിടെ MO. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു Ctrl+E. ഓക്കെ, സോ ഇവിടെ ലാസ്റ്റ് 2 ആൽഫബറ്റ് ആണ് വേണ്ടത്. സോ ഞാനിവിടെ പ്രസ് ചെയ്യുന്നു AY, എൻ്റർ ചെയ്യുന്നു Ctrl+E. ഊപ്സ്. ഓക്കെ, ഇവിടെ എറർ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സലിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് അവസാനത്തെ 2 ആൽഫബറ്റ് ആണ് വേണ്ടത്. സോ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു ട്യൂസ്ഡേയിലും നമുക്ക് വരുന്നതിൽ അവസാനം AY ആണ്. സോ ഞാനിവിടെ AY ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എല്ലാ കോളങ്ങളിലും AY ലാസ്റ്റ് 2 ആൽഫബറ്റ് കിട്ടി. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്ലാഷ് ഫിൽ ഫംഗ്ഷൻ എക്സൽ 2013 മുതൽക്കുള്ള വേർഷനുകളിലാണ് ലഭ്യമായത്. സോ അതിന് മുന്നേയുള്ള വേർഷനുകളിൽ ഇത് ലഭ്യമായിരിക്കില്ല. അതിന് മുന്നേയുള്ള വേർഷനുകളിൽ ഈ രീതിയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ടു കോളം എന്ന ഫംഗ്ഷൻ ഡാറ്റ ടാബിലെ ടെക്സ്റ്റ് ടു കോളം എന്ന ഫംഗ്ഷൻ വേണം ചെയ്യാൻ. സോ ആ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ റിലവൻറ്റ് ആൻഡ് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.